വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തനിനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. യഹോവ നിസ്സി. ഇസ്രായേലരും അമാലേക്കരും തമ്മിൽ രഹിദീമിൽ വെച്ച് ഉണ്ടായ യുദ്ധത്തിൽ ലഭിച്ച വിജയത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് മോശ പണിത യാഗപീഠത്തിന് നൽകിയ പേരാണ് യഹോവ നിസ്സി. യഹോവ എൻ്റെ കൊടി. പുറപ്പാട് 17:15. യോശുവ ആളുകളെ കൂട്ടി യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ മോശ അഹരോനെയും ഹൂരിനെയും കൂട്ടി കുന്നിൻ മുകളിൽ കയറി. ജനത്തിനു വേണ്ടിയും യുദ്ധത്തിൽ ലഭിക്കേണ്ട വിജയത്തിനു വേണ്ടിയും ദൈവം മുൻപാകെ കൈ ഉയർത്തി പ്രാർത്ഥിക്കുവാനാണ് അവർ കുന്നിൽ കയറിയത്. മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും. മോശ കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്കർ ജയിക്കും. പുറപ്പാട് 17:11. കൈ ഉയർത്തിപ്പിടിച്ചിരുന്ന മോശയ്ക്ക് ഏറെ സമയം കഴിഞ്ഞപ്പോൾ കൈക്ക് ഭാരമേറി. ഈ സമയം അഹരോനും ഹൂരും കൂടി ഒരു കല്ലെടുത്ത് മോശയെ അതിലിരുത്തുകയും അഹരോനും ഹൂരും മോശയുടെ ഇരുവശവും നിന്ന് കൈ താണുപോകാതിരിപ്പാൻ താങ്ങിപ്പിടിക്കുകയും ചെയ്തു. സൂര്യൻ അസ്തമിക്കുവോളം അവർ അങ്ങനെ ചെയ്തു. അമാലേക്കിനെയും അവൻ്റെ ജനത്തെയും തോൽപ്പിച്ച് ഇസ്രായേൽ വിജയം വരിച്ചു. പുറപ്പാട് 17:13. മോശ കല്ലിന്മേൽ ഉറച്ചിരുന്നു. ഈ മരുഭൂയാത്രയിൽ നമുക്ക് ഉണ്ടാകുന്ന പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കുവാൻ സഹായിക്കുന്ന അത്താണിയാണ് പാറയായ ക്രിസ്തു. എന്നാശ യേശുവിൽ തന്നെ എന്ന 199 കീർത്തനത്തിൽ നാം ഇങ്ങനെ പാടാറുണ്ടല്ലോ: പാറയാം ക്രിസ്തുവിന്മേൽ നിൽപ്പൻ, വേറും മണൽ മാറ്റുള്ളടം, വേറും മണൽ മാറ്റുള്ളടം. യേശുക്രിസ്തു അല്ലാതെ നാം ആശ്രയിക്കുന്ന മറ്റെല്ലായിടങ്ങളും മണൽ മാത്രമാണ് എന്ന് ഓർക്കുക. മോശയുടെ കൈ താങ്ങി നിർത്തിയത് അഹരോനും ഹൂരും ആയിരുന്നു. ക്രിസ്തുവിൽ ഉറച്ചു നിൽപ്പാൻ നമ്മെ സഹായിക്കുന്നത് പ്രാർത്ഥനയും കൂട്ടായ്മയും ആണ്. ഇവിടെ മോശയുടെ കൈ താങ്ങിപ്പിടിച്ച അഹരോനെയും ഹൂരിനെയും പ്രാർത്ഥനയും കൂട്ടായ്മയും ആയി നമുക്ക് കാണാം. ഈ മരുഭൂയാത്രയിൽ ഉണ്ടാകുന്ന പോരാട്ടത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന 2 സഹായികളാണ് പ്രാർത്ഥനയും കൂട്ടായ്മയും. കൂട്ടായ്മ ബന്ധം എപ്പോൾ നഷ്ടപ്പെട്ടുവോ അപ്പോൾ വിശ്വാസ ജീവിതത്തിൻ്റെ തകർച്ചയ്ക്ക് തുടക്കം കുറിക്കും. പ്രാർത്ഥനയിൽ കൂടി മാത്രം ലഭിക്കുന്ന ദൈവശക്തി ഇല്ലാതാകുമ്പോൾ സാത്താൻ നമ്മുടെ മേൽ ജയം എടുക്കും. അതോടുകൂടി വിശ്വാസ ജീവിതം പരാജയപ്പെടും. ഇവിടെ മോശ ദൈവത്തിൽ ഉറച്ചു നിൽക്കുകയും അഹരോനും ഹൂരും സഹായികളായി നിന്ന് കൈകൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്തതിനാൽ ഇസ്രായേൽ ശത്രുക്കളെ തോൽപ്പിച്ച് വിജയം നേടി. ഈ വിജയത്തെ ഓർത്താണ് മോശ യഹോവയ്ക്ക് യാഗപീഠം പണിതത്. മാറ്റമില്ലാത്തവനായ ദൈവം എൻ്റെ കൊടി എന്ന് യാഗപീഠത്തിന് പേര് നൽകി. പോരാട്ട ജീവിതത്തിൽ മോശ നൽകുന്ന സാക്ഷ്യം എനിക്ക് ലഭിച്ച ജയത്തിൻ്റെ കൊടി യഹോവയാകുന്നു എന്നാണ്. 40 വർഷം രാജാവിൻ്റെ കൊട്ടാരത്തിലും 40 വർഷം മരുഭൂമിയിൽ കൂടി നടത്തിയും ആണ് മോശയെ വിജയത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി ദൈവം ഒരുക്കിയത്. ജഡികനായും പ്രാകൃതനായും അഭ്യാസം നേടിയ മോശ അവസാനം ആത്മീക ശുശ്രൂഷകനായി തീർന്നു. മോശയ്ക്ക് വിജയക്കൊടിയായി തീർന്നത് യഹോവയായ ദൈവം ആയിരുന്നു. വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ വിജയക്കൊടി ആരാണ്? അബ്രഹാമിൻ്റെയും മോശയുടെയും യോശുവയുടെയും ജീവിതത്തിൽ വിജയക്കൊടിയായവൻ നമ്മുടെയും ജീവിതത്തിൻ്റെ വിജയക്കൊടി ആകണം. ഈ കൊടിക്കീഴിലേക്കുള്ള യഹോവയുടെ വിളിയാണ് യെശയ്യാ 5:36. അവൻ ദൂരത്തുള്ള ജാതികൾക്ക് ഒരു കൊടി ഉയർത്തി ഭൂമിയുടെ അറ്റത്ത് നിന്ന് അവരെ ചൂള കുത്തി വിളിക്കും. അവർ ബന്ധപ്പെട്ട് വേഗത്തിൽ വരും. വിളി കേട്ട് വരുന്നവരെ കുറിച്ച് പറയുന്നത്: അവർ ക്ഷീണിക്കില്ല, ഇടറുകില്ല, ഉറക്കം തൂങ്ങില്ല, ഉറങ്ങുകയുമില്ല, അവരുടെ അരക്കച്ച അഴിയുകയുമില്ല, അവർ ബാലസിംഹത്തെ പോലെ ഗർജിക്കും. യെശയ്യാവ് 5:27-29 വരെ. ജയത്തിൻ്റെ കൊടി ഉയർത്തി ചൂള കുത്തി നമ്മെയും അവൻ വിളിക്കുന്നു. വിളി കേട്ട് ഉയർത്തിയ കൊടിക്കീഴിലേക്ക് നമുക്ക് ചെല്ലാം.
പ്രതികൂലത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും നടുവിൽ സന്തോഷത്തിൻ്റെ അനുഭവം തന്ന് തൻ്റെ കൊടിക്കീഴിൽ സ്നേഹത്തോടെ നിലനിർത്തുന്നവനാ നമ്മളുടെ ദൈവം. ഈ കൊടിക്കീഴിൽ അഭയം തേടുന്നവർ ലജ്ജിച്ചു പോകുകയില്ല. അവൻ്റെ കൊടിക്കീഴിൽ നിന്ന് കൈ ഉയർത്തി നമുക്ക് ജയത്തിൻ്റെ ധ്വനി മുഴക്കാം. 1 തിമോഥെയോസ് 2:8 വായിക്കുന്നത്, പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം എന്ന. ഈ പ്രഭാതത്തിൽ നമുക്കും കൈകളെ ഉയർത്തി ഹല്ലേലൂയ പാടാം. ശത്രുവിനെ തോൽപ്പിച്ച് യഹോവയ്ക്കായി യാഗപീഠം പണിയാം. യഹോവ നമ്മുടെ ജയത്തിൻ്റെ കൊടിയാകിയാൽ ആ കൊടിക്കീഴിൽ അഭയം തേടാം. അതെ, മോശയോട് ചേർന്ന് നമുക്കും പറയാം, യഹോവ നിസ്സി, മാറ്റമില്ലാത്ത ദൈവം എൻ്റെ കൊടിയാകുന്നു. കർത്താവേ, മാറ്റമില്ലാത്ത ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വെച്ച് കൈകളെ ഉയർത്തി പ്രാർത്ഥിപ്പാൻ എന്നെയും ശക്തീകരിക്കണമേ. ആമേൻ. നിമിഷം